വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ദിവസമാണ്. എൻ്റെ വോയിസ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. ഈ വീഡിയോ എടുത്ത് തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നില്ല ഇത് ഇത്ര എക്സൈറ്റിംഗ് ആവുന്നുള്ളത്. ഞാൻ എൽ ബോർഡ് എനിക്ക് വേണ്ടിയിട്ട് വെച്ചതാണ്. ആ എല്ലിൻ്റെ ആരാണ് കറണ്ട് കളഞ്ഞത്? അത് വന്നപ്പോൾ ഇത് മുഴുവൻ ഉണ്ടായിരുന്നല്ലോ. ഓ ചളി എന്നൊക്കെ പറഞ്ഞു. എന്നാ അത് ലെമ്പുരാൻ. ഈ എല്ലാം കൂടി ഞാൻ എവിടെ കൊണ്ട് വെക്കോ? അത് കറക്റ്റ് സാധനല്ലേ എന്റെ. അപ്പോൾ ആസ് യു ക്യാൻ സീ എൻ്റെയും വൈഷുവിൻ്റെയും കൂടെ റോണി റീമേ ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഈ വീക്കെൻഡ്സ് ആയിക്കഴിഞ്ഞാൽ ഒരു വിരുവിരയാണ് പുറത്തൊന്നും പോയില്ലെങ്കിൽ. അപ്പോൾ ഒരാൾ ഒരു കൂട്ടർ മറ്റേ കൂട്ടറെ വിളിച്ചിട്ട് പറയും, അതെ നമുക്കൊന്ന് പുറത്തൊക്കെ പോയി ഒന്ന് കറങ്ങിയിട്ട് വന്നാലോ, ഒരു പണിയില്ലെങ്കിലും. അപ്പോൾ ഇന്ന് അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു, പ്രത്യേകിച്ച് വേലയും കുരുവൊന്നും ഇല്ല. അപ്പോൾ നമ്മളെല്ലാവരും ചാടി പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ആദ്യം ഫുഡ് അടിക്കാൻ. ഞാൻ കഴിഞ്ഞ എൻ്റെ Q&A പറഞ്ഞിരുന്നു, എൻ്റെ വ്ളോഗിൽ എന്തായാലും ഒരു എലിമെന്റ് ഫുഡായിരിക്കും. അപ്പോൾ അത് ആദ്യം നമുക്ക് അങ്ങോട്ട് തീർക്കാം. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ സ്റ്റേക്കാണ് കഴിക്കാൻ പോകുന്നത്. എല്ലാവർക്കും സ്റ്റേക്ക് കഴിക്കാൻ ഒരു മൈൻഡായിരുന്നു. അപ്പോൾ സ്റ്റേക്ക് കഴിക്കാൻ കുഞ്ഞു, പ്ലീസ് കുഞ്ഞു, എനിക്ക് പറ്റണില്ല പറയാനൊന്നും, തിരിച്ചു പറയാനൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ നമുക്ക് പോകെ പോകെ കാണാം എന്തൊക്കെയാണെന്ന്. അപ്പോൾ കുറേ ആൾക്കാർ കൂടുതലുണ്ടല്ലോ. അവിടെ എന്തോ ഫുഡ് കൊടുക്കണം. ഫുഡ് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ പരിപാടികളൊക്കെ ഞാൻ വേഗം കണ്ടുപിടിക്കും, എന്താ അറിയില്ല. അപ്പോൾ നമുക്ക് കഴിക്കാം അല്ലേ. ഞാൻ രാവിലെ കുറച്ച് മിസ്സിൽ പെറുക്കി തന്നിട്ട് വന്നതാണ്. എനിക്ക് ഭയങ്കര വിശക്കണുണ്ട്. കുട്ടി പിന്നെ കുരുവിത്തീറ്റ ആയതുകൊണ്ട് അത്രയൊക്കെ ഉള്ളൂ അല്ലേ. ഇപ്പോ ചക്ക ചിപ്സ് കഴിച്ചിട്ട് വന്നിരിക്കുന്നത് രാവിലെ. ആണുണ്ടോ? അപ്പോൾ നമുക്ക് കഴിക്കാം. നല്ല ട്രാഫിക് ഉണ്ട് ആസ് യൂഷ്വൽ. ഈ ബാംഗ്ലൂരിന് എന്തൊരു ചീത്തപ്പേരാന്നറിയോ ട്രാഫിക്കിന്റെ പേരിൽ. അതങ്ങനെ ഇന്റർനാഷണൽ ലെവലിൽ വരെ പടർന്നു കിടക്കുകയാണ്. കുഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് നിന്റെ കാര്യം നോക്കുകയെന്ന്. നാട്ടുകാരെ മുഴുവനും ചീത്ത വിളിക്കുക. ഒരു പണിയില്ല, അവരെന്തെങ്കിലും ചെയ്യട്ടെ. ഒന്നും ചെയ്യാനില്ല. അവിടെ എത്തിയിട്ട് 2 മിനിറ്റ് നേരത്തെ നേരെ പോയി എന്ത് ചെയ്യണമെന്നറിയോ, ഒരു ഗുഡ്സ് ഓട്ടോറിക്ഷന് പുറകിൽ കുഞ്ഞോ. അല്ല പിന്നെ ഇത്ര അഹങ്കാരം. അവന്റെ ഹെൽമെറ്റ് അവൻ ഇവിടെ തൂക്കിയിട്ടാണ് മുട്ട വേദനിക്കായിരിക്കും. മുട്ട വേദനിക്കാണ്ടിരിക്കും, മുട്ട കൊള്ളായിരിക്കും എവിടെ. ഓ മുട്ട. ഇങ്ങനെ ആൾക്കാര് അയാള് ട്രാഫിക്കിന് നിന്നതല്ലേ. ട്രാഫിക് ചേട്ടന് കണ്ടത്തേക്ക് കയറ്റണം. അതൊന്നും ബാക്കിയുള്ളതൊന്നും പ്രശ്നമായില്ല. ഡോറും കൊണ്ടുപോകും. കുഞ്ഞു നന്നായി, ഞാൻ ഡ്രൈവിംഗ് പഠിച്ചത് നന്നായി. എന്റെ ഈ ചൊറി കുറച്ച. അല്ല, ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ ഇതിനെക്കാട്ട് കോമഡി ആയിരിക്കട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വൈഷ്ണവിൻ്റെ കൂടെ കാറിൽ പോകാൻ. കാരണം ഫുൾ ടൈം കമൻട്രി ഓണായിരിക്കും. ഒരു മനുഷ്യ കുഞ്ഞിനെ വെറുതെ വിടാറില്ല. പുറത്തിറങ്ങിയ അക്രമമൊന്നുമില്ല, എന്നാൽ നല്ല കമൻട്രി ഉണ്ട്. നമുക്ക് ആദ്യം പോയി കഴിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് മഹീന്ദ്ര ഷോറൂംസിൽ കയറി ഇറങ്ങി കളിക്കാനുണ്ട്. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നാളായി വിചാരിക്കണം നമ്മളുടെ കാറ് മാറ്റേണ്ട കാര്യം. അപ്പോൾ ഇപ്പം കറക്റ്റ് മഹീന്ദ്രയുടെ XCV90 എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ ഇലക്ട്രിക് വെഹിക്കിൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അത് നമ്മളിന്ന് ബുക്ക് ചെയ്യാൻ പോവാണ് ഗൈസ്. കുറച്ച് നാളായിട്ടോ ആലോചിക്കണം. ഞാൻ മുന്നത്തെ വ്ളോഗിൽ പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു, നമ്മളത് പോയി നോക്കിയതും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നതൊക്കെ നിങ്ങൾ കണ്ടതുമാണ്. അപ്പോൾ ഇന്ന് എന്തായാലും അത് ഫൈനലൈസ് ചെയ്യുന്ന ദിവസമാണ്. അതവിടെ നിൽക്കട്ടെ, നമ്മളുടെ ഫുഡ് വന്നിട്ടുണ്ട്. നല്ല വിശക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേഗം കഴിക്കാം. ബീഫ്, ചിക്കൻ ആൻഡ് പോർക്ക് സ്റ്റേക്കാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. കാണാനാണെങ്കിൽ എല്ലാം ഒന്നിനൊന്ന് മെച്ചം. ഇനി എങ്ങനെയുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം. ഞാൻ അത്യാവശ്യം നല്ലൊരു ഫുഡിയാണ് കേട്ടോ. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദം പല പല ക്വിസീൻസ്, പല പല ഡിഷസ് ട്രൈ ചെയ്യുന്നതാണ്. ഞാൻ ഇവിടെ നല്ല ആസ്വദിച്ച് സ്റ്റേക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാ സ്റ്റേക്സും അടിപൊളിയായിരുന്നു. ഇത് വേഗം കഴിച്ചിട്ടൊന്ന് ഒതുക്കിയിട്ട് വേണം നമുക്ക് നമ്മുടെ ഡിസേർട്സിൻ്റെ പരിപാടി നോക്കാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. കുട്ടിയുടെ മുഖം കണ്ടിട്ട് കുട്ടിക്ക് നല്ലോണം ബോധിച്ച പോലെ തോന്നുന്നുണ്ട്. റോണിയെടുത്ത് ചോദിച്ചപ്പോൾ റോണിയും പറഞ്ഞു അടിപൊളിയായിട്ടുണ്ട് ഫുഡൊക്കെയെന്ന്. മൊത്തത്തിലൊന്നും തെറ്റ് പറയാനില്ല കേട്ടോ. നല്ല ഫുഡും നല്ല ഡ്രിങ്ക്സൊക്കെ ആയിരുന്നു അവരുടെ. നല്ല സോഫ്റ്റ്, ജ്യൂസി ആൻഡ് ടെൻഡർ സ്റ്റേക്ക് പീസസ് ആയിരുന്നു. അതിനിടയ്ക്ക് നമുക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഡ്രിങ്ക്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായി കേട്ടോ. ഇത് നല്ല അടിപൊളി ഒരു ഡ്രിങ്ക് ആയിരുന്നു. നല്ലൊരു പൈനാപ്പിൾ ലിച്ചി ഫ്ലേവറൊക്കെ വരുന്ന നല്ലൊരു അടിപൊളി ഡ്രിങ്ക് ആയിരുന്നു. ഒരു തിയേറ്ററിക്കലായിരുന്നു കേട്ടോ. ഇത് മിക്സ് ചെയ്യണം, എന്നാലേ അത് കംപ്ലീറ്റ്ലി മിക്സ് ആയിട്ട് ആ ഫ്ലേവറൊക്കെ വരുള്ളൂ. നല്ല രസമുണ്ടായി. ഞാൻ പറഞ്ഞത് ഒരു മാംഗോ ഷേക്കാണ്. ബിക്കോസ് മാംഗോ സീസൺ ആണല്ലോ. അപ്പോൾ ഒരു മാംഗോ ഷേക്ക് പറഞ്ഞു. കുടിച്ച് തീർക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇതും പാർസൽ എടുത്തിട്ട് ഇറങ്ങി. കൊച്ചൊക്കെ നല്ല പോളിംഗ് ആയിരുന്നു അല്ലേ. ഇതാണ് സ്ഥലം, വൺസ് അപ്പോൺ എ ഫ്ലെയിം. നല്ല ആള് കേട്ടോ. നല്ല സർവീസ് ആയിരുന്നു അല്ലേ പുള്ളി. നല്ലൊരു
നല്ലൊരാളാണ്, എൻ്റെ ഓണറായിരുന്നു. വെരി വെരി നൈസ്, നല്ല വെരി കസ്റ്റമർ സെൻട്രിക്. പുള്ളി നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ടൊരു എന്താണ് കസ്റ്റേർഡോ ഒരു കേക്കോ ചോക്ലേറ്റ് മൂസ് ഒക്കെ തന്നു. അടുത്ത് ചോക്ലേറ്റ് മൂസ് ഒക്കെ തന്നു. വെരി സ്വീറ്റ് ഗായ്. യാ, അപ്പോൾ നമുക്കിനി നമ്മളുടെ ഹണ്ട് തുടങ്ങാം. നമ്മളുടെ കാർ ഹണ്ടല്ല, ബേസിക്കലി നല്ല പ്രൈസ് കിട്ടുന്നവർക്ക് നമ്മൾ എടുക്കും, മാത്രമേ ഉള്ളൂ. ഭയങ്കര ട്രാഫിക്കിൻ്റെ സൗണ്ട് ആയതുകൊണ്ട് ഞാൻ ഇത് വോയിസ് ഓവർ ചെയ്യാണ്. ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു കാർ എടുക്കാൻ പോണയ്ക്ക് മുന്നേ നമ്മൾ പല ഡീലേഴ്സായിട്ട് സംസാരിക്കണം. ഇപ്പോൾ മഹീന്ദ്ര ആണെങ്കിൽ മഹീന്ദ്രയുടെ പല ഡീലേഴ്സ് ഉണ്ടാവുമല്ലോ ബാംഗ്ലൂർ പോലത്തെ ഒരു സിറ്റിയിൽ. അങ്ങനെ പല ഡീലേഴ്സിനോട് സംസാരിച്ചിട്ട് നമ്മൾ ബെസ്റ്റ് റേറ്റ് എവിടെയാണ് കിട്ടണേന്ന് നോക്കണം. യൂഷ്വലി മന്ത് എൻഡ് എസ്പെഷ്യലി ഇയർ എൻഡ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഇത്തിരി നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും പ്രൈസ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലക്ക് ട്രൈ ചെയ്യാനും കൂടിയാണ് കേട്ടോ നമ്മളിന്ന് പോണേ. ഇന്ന് ആക്ച്വലി മന്ത് എൻഡാണ്. ഞങ്ങൾ 3 മഹീന്ദ്ര ഡീലേഴ്സിനോട് ഓൾറെഡി സംസാരിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇവർ ഫൈനൽ കോട്ട് നമ്മൾ നെഗോഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഫൈനൽ കോട്ട് അവർ ഒരിക്കലും പ്രിന്റഡ് ഷീറ്റിലല്ല തരിക, അതിൽ എഴുതിയിട്ടാണ് തരിക. ഓക്കെ, മാക്സിമം ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക പറഞ്ഞിട്ട്. അതുകൊണ്ട് നമ്മൾ അടുത്ത ഡീലറിൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കണം നിങ്ങൾക്ക് എന്താണ് മാക്സിമം ചെയ്തു തരാൻ പറ്റുക എന്നുള്ളത്. മിക്കപ്പോഴും ഇവർ പറയുക ഇൻഷുറൻസിൽ കുറച്ച് തരാമെന്നാണ്. കാരണം ഇൻഷുറൻസ് ഇത്തിരി കൂടുതലാണ് ഇവർ ഇട്ടിട്ടുണ്ടാവുക, അപ്പോൾ അതിൽ കുറയ്ക്കാമെന്ന് പറയും. അതിനൊപ്പം തന്നെ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന കാര്യമാണ് എന്തെങ്കിലും ആക്സസറീസ് ആഡ് ചെയ്യോ വേറെ എന്തെങ്കിലും സർവീസസ് ആഡ് ചെയ്യോ എന്നുള്ളത്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് നമ്മൾക്ക് ഇന്ന് നല്ലൊരു നെഗോസിയേഷൻ പ്ലേ നമുക്ക് ഇറക്കാം. അപ്പോൾ നമ്മളുടെ പ്ലാൻ അനുസരിച്ച് നമ്മൾ all 3 മഹീന്ദ്ര ഷോറൂംസിൽ പോകുന്നുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് തുടങ്ങാം. ഇവിടെ തിയറിയാണ് പെൺകൊതുകുകളാണ് ചോര കുടിക്കുക, ആൺകൊതുകുകൾ ജ്യൂസേ കുടിക്കുള്ളൂ എന്ന്. അത് കുഴപ്പമില്ല, ഞാൻ ഇപ്പൊ വെരിഫൈ ചെയ്യൂലോ. അപ്പൊ ഇവർക്ക് ആരുണ്ടായി കൊടുക്കൂടാ? രാവിലെ അവരുടെ ഭാര്യമാര് ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടാണ് പോവാ. രാവിലെ അല്ല, രാവിലെ ഭാര്യ പെൺകൊതുകള് ആണെങ്കിൽ കുഞ്ഞോ അവർ രാവിലെ എണീറ്റ് പെൺകൊതുകളൊക്കെ ഇങ്ങനെ ജ്യൂസും ഷേക്കൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോവും, പണിക്കിറങ്ങും, ചോര കുടിക്കാൻ പോവും. ആണുങ്ങൾ അതൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കും അല്ലേ? അതാണ് അവിടെ പറഞ്ഞത്. നമുക്ക് നോക്കാം, ഞാൻ പോയി നോക്കിട്ട് ഒന്ന് ഗൂഗിൾ ചെയ്യട്ടെ, അല്ലെങ്കിൽ അവിടെ തന്നെ അവളുടെ തലയിൽ കയറി ഇരിക്കും. എല്ലാവരും ഭയങ്കര കോമഡി ആക്കുന്നുണ്ട്. കടി കിട്ടുമ്പോഴത്തേക്കും കിട്ടിക്കോളും, കടി കിട്ടുമ്പോ കിട്ടിക്കോളും. അപ്പൊ മനസ്സിലാവും ഡെങ്കു വരുമോ ഇല്ലേന്നൊക്കെ. ഞാൻ പറയുമായിരുന്നു വൈറ്റ് കൊതുക് അടിച്ചു കഴിഞ്ഞാൽ ഡെങ്കു വരുന്നുള്ളത്. എന്നിട്ട് അപ്പൊ അവർ ചോദിക്കുന്നുണ്ട് മൈഗേറ്റ് അപ്രൂവൽ വരുമോ, കൊതുക് അടിക്കാൻ വരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ കിട്ടുമോ പഠിക്കട്ടെ, എനിക്ക് അത്രേ പറയാനുള്ളൂ അല്ലേ? നീ സൂക്ഷിച്ചോ ഏട്ടല്ലോ? നീയും തയ്ച്ചു വെച്ചാണെന്ന് ഞാൻ ഗൂഗിൾ നോക്കി വെരിഫൈ ചെയ്ത് വന്നപ്പോൾ സത്യം മനസ്സിലാക്കി. ആൺകൊതുകുകൾ ചോര കുടിക്കില്ല എന്നുള്ളത്. യു ആർ റൈറ്റ്. എന്ത് കുടിക്കും അവര്? ബ്ലഡ് എന്താണ് മറ്റേ പ്ലാൻ ഷുഗറും നെക്ടറൊക്കെയാണ്. ജ്യൂസ് തന്നെ. ബുദ്ധിയാ? നീ കഴിഞ്ഞ ജന്മത്തിൽ കൊതുകായിരുന്നോ? നിനക്കറിയാൻ എന്തോന്നത് ബുദ്ധിയെന്നൊക്കെ. നമ്മള് ചമ്മി. അങ്ങനെ ഞങ്ങളുടെ ചളികളൊക്കെ പറഞ്ഞു വന്നപ്പോഴത്തേക്കും നമ്മൾ ഫസ്റ്റ് മഹീന്ദ്ര ഷോറൂമിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ വന്നപ്പോഴാണല്ലോ ഒരു പൂരത്തിന്റെ ജനം. നാട്ടിലുള്ള എല്ലാ ആൾക്കാരും ഇന്ന് വണ്ടി മേടിക്കാൻ ഇറങ്ങിക്കാന്ന് തോന്നണേ. ആ 2-3 തിങ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ XUV90ക്ക് 2-3 വേരിയൻസ് ഉണ്ട്. അപ്പം ഞങ്ങൾ പാക്ക് 2 എടുക്കണോ പാക്ക് 3 വേരിയൻസ് എടുക്കണോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. ലീനിങ് ടുവേർഡ്സ് പാക്ക് 2 കേട്ടോ. അവർ ടെസ്റ്റ് ഡ്രൈവ് എടുക്കാൻ പോവുകയാണ്. ഞാനും പോകട്ടോ. മരപ്പൂതമേ നമുക്ക് കയറണ്ടേ? കയറാൻ കേട്ടാ. ടെസ്റ്റ് ഡ്രൈവ് എടുക്കണം. ഇവർ കയറിയിട്ടില്ല വണ്ടിയിൽ. അന്ന് ഞങ്ങൾ ടെസ്റ്റ് ഡ്രൈവിന് പോയപ്പോഴത്തേക്ക് ഇവർ നാട്ടിൽ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ റോണിക്കൊന്ന് ഓടിക്കണം എന്ന് അതിന് പോകാം. ഒരു തരത്തിലും ആരും പ്രൈസിൻ്റെ കാര്യത്തിൽ ഒന്നും ചെയ്യില്ല കേട്ടോ. ബിക്കോസ് പുതിയ ലോഞ്ച് ആയത് കാരണം നല്ല ഡിമാൻഡും ഉണ്ട് വണ്ടിക്ക്. അതുകൊണ്ട് നമുക്ക് നോക്കാം. നമ്മൾ 3 ഷോറൂമിൽ പോയി ഇപ്പോഴത്തേക്കും. അപ്പം നമുക്ക് ഏതാണ് ബെസ്റ്റ് പ്രൈസ് തരാൻ നോക്കാം. ഇൻഷുറൻസിൽ അവരെന്തെങ്കിലുമൊക്കെ ചെയ്യുള്ളൂ, ബാക്കി വണ്ടിയുടെ ആക്സസറീസിലൊന്നും അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യില്ല. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്താണ് എങ്ങനെയാണ്. അങ്ങനെ വേരിയൻറ്റിൻ്റെ കാര്യത്തിൽ കൺഫ്യൂസ്ഡ് ആയത് കാരണം നമ്മൾ വിചാരിച്ചു കളറെങ്കിലും ഉറപ്പിക്കാമെന്ന്. നോക്കുമ്പോൾ അതിനേക്കാളും വലിയ കൺഫ്യൂഷൻ. റെഡ് വേണോ ബ്ലാക്ക് വേണോ നെബ്ല ബ്ലൂ വേണോ എന്നുള്ള വൻ കൺഫ്യൂഷൻ. അവസാനം ഞങ്ങളിത് ടെസ്റ്റ് ഡ്രൈവ് എടുക്കാൻ പോകുന്ന വണ്ടി റെഡ് കണ്ടപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് 2 പേർക്കും റെഡിനോടൊരു ചാട്ടം. ഞങ്ങളുടെ മുമ്പത്തെ 2 വണ്ടികളും റെഡാണ് കേട്ടോ. എടാ ഞാൻ പഠിച്ചതല്ലടാ ഇപ്പോൾ, എനിക്ക് ഓടിച്ചു വെക്കാൻ തരുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വയസ്സ് പുച്ഛിച്ചു തന്നെ. ഓക്കെ ഇതിലാണ് റെഡ്.
നമ്മൾ മുന്നേ ടെസ്റ്റ് ഡ്രൈവ് എടുത്തു എന്ന് പറഞ്ഞില്ലേ, അത് വൈറ്റ് കാറിലായിരുന്നു കേട്ടോ. അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പിടിച്ചില്ല, കാരണം മെയിൻ്റനൻസ് വൻ ഹൈ ആയിരിക്കും. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ടെസ്റ്റ് ഡ്രൈവ് എടുത്തു കേട്ടോ. റോണിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വണ്ടി. റോണി പറഞ്ഞു പാക്ടോ വേണ്ട, ടോപ്പ് വേരിയന്റ് തന്നെ എടുക്കണം, അടിപൊളി ഫീച്ചേഴ്സും സ്പെക്സും ഒക്കെ അല്ലേ. പക്ഷെ 10 ലക്ഷത്തിന്റെ ഡിഫറൻസ്. ഇവിടെ നിന്നുള്ള പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെ കെട്ടിപ്പൊതിച്ച് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ആരും മൈൻഡാക്കണല്ലേ വില കുറച്ച് തരണം എന്ന് പറഞ്ഞു. ഇവിടെ ഞങ്ങൾ സംസാരിച്ച പുള്ളി പറഞ്ഞത് നമ്മൾക്ക് ഇൻഷുറൻസ് ഒരു 40-45,000 അപ്ഫ്രണ്ട് കുറച്ച് തരാമെന്നാണ്. അപ്പോൾ ആ ഒരു കൊട്ടേഷനും എടുത്തിട്ട് ഞങ്ങൾ നെക്സ്റ്റ് കോർമംഗ്ല മഹീന്ദ്ര ബ്രാഞ്ചിലേക്ക് പോവുകയാണ്. നോക്കാം. നമ്മൾ കാണാൻ പോയ പുള്ളി അവിടെ ഉണ്ടായിരുന്നില്ല. പുള്ളി എന്തോ കസ്റ്റമർ ലൊക്കേഷനിൽ പോയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടുന്ന് പ്രൈസ് കിട്ടിയില്ല. പക്ഷെ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയി കണ്ടതാണ് പുള്ളീനെ. അപ്പോൾ നമുക്ക് അറിയാം കോസ്റ്റും കാര്യങ്ങളൊക്കെ. പുള്ളി വന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ തൽക്കാലം അതിനൊരു ബ്രേക്ക്. പുള്ളി വരുന്ന സമയം പുള്ളിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓർത്തു പോട്ടെ, നമ്മളൊരു ഡെസേർട്ട് കൂടി കഴിച്ചിട്ട് വരാം. അപ്പോഴത്തേക്കും പുള്ളിക്ക് വരാനുള്ള സമയം നമ്മൾ കൊടുക്കുമല്ലോ. പുള്ളി വരാനുള്ള സമയം കൊടുക്കാമല്ലോ. അപ്പോൾ നമുക്ക് ചൂറൂസ് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ചൂറു ലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അല്ലേ കുഞ്ഞു? നിങ്ങൾ കഴിക്കില്ലല്ലോ? വൈഷുവിന് കഴിക്കാൻ പറ്റില്ല അത്ര. വൈഷു ഷുഗർ ഡയറ്റിലാണ്. ഇന്നലെ പോയി നിറയെ വാഫിൾസും പാൻ കേക്ക്സും ഒക്കെ കുത്തി കയറ്റിയതാണ് ആതിരൂന്റെ കൂടെ പോയിട്ട്. ആതിര ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ പുള്ളി പറഞ്ഞത് നീ നിർബന്ധിച്ച് കൊണ്ടുപോയതാണ്. അത് നമുക്കറിയാം. പിന്നെ റോണി ഷുഗർ ഡയറ്റിലാണ്. അപ്പൊ എനിക്കും റീമിക്കും വേണ്ടിട്ട് മാത്രമാണ് പോകുന്നത്. അല്ല റോണി ഇപ്പൊ മറ്റേ സാധനം കഴിച്ച സ്ഥിതിക്കാം ഒരു ചെറിയ കടി കട്ടിക്കാം ചോറോന്ന്. അപ്പൊ 2 ഒഴിവായി കിട്ടി. അപ്പൊ ഞങ്ങൾക്ക് 2 കൂടി മാത്രം. അമ്മേ ചേട്ടാ, ഈ കോർമംഗ്ല ഇന്ദിരാനഗർ സൈഡിലേക്കൊക്കെ വരുന്നതുകൊണ്ടുള്ള ഒരു പ്രധാന ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കഴിക്കും എന്നുള്ള കൺഫ്യൂഷനിലായി പോകും. കാരണം എന്ത് ക്വിസീൻ വേണോ, എന്ത് റെസ്റ്റോറൻറ്റ് വേണോ, അതൊക്കെ അവിടെ അവൈലബിൾ ആണ്. മനുഷ്യനെ നശിപ്പിക്കാൻ വേണ്ടി ഓരോ സ്ഥലങ്ങളെ. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഈ വഴി വന്നപ്പോഴത്തേക്കും കുനാഫ സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കടയിൽ പോയിട്ട് കുറച്ച് കുനാഫ കുത്തി കയറ്റേ ഉള്ളൂ. അപ്പോൾ അതേ നമ്മൾ കുറച്ച് ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു ചൂറോ പ്ലാറ്റർ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതായത് 3 ചൂറോസ് വിത്ത് ഫില്ലിങ്സ്, ലോട്ടസ് ബിസ്കോഫ്, ന്യൂട്ടെല്ല, പിന്നെ അങ്ങനത്തെ കാരമൽ കസ്റ്റർഡ് ഒക്കെ ഫില്ലിംഗ് വരുന്ന ചൂറോസാണ് ഓർഡർ ചെയ്തിരിക്കണേ. അപ്പോൾ ദേ നമ്മളുടെ ഐറ്റംസ് ഒക്കെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂറോസ് വന്നത് പറഞ്ഞില്ല, പോയത് പറഞ്ഞില്ല, തീർന്നത് പറഞ്ഞില്ല. അപ്പോൾ അത് കഴിച്ചിട്ട് നമ്മളിത് തിരിച്ച് നമ്മളുടെ മഹീന്ദ്ര ഷോറൂം, 3rd മഹീന്ദ്ര ഷോറൂം ഓഫ് ദ ഡേയിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് തന്നെ മിക്കവാറും എടുക്കും കേട്ടോ. കാരണം ആ പുള്ളിയാണ് നമ്മൾ ടെസ്റ്റ് ഡ്രൈവിന് കൊണ്ടുവന്നത് വണ്ടി. അപ്പോൾ ആ പുള്ളിയുടെ ഡീലിങ്ങും നല്ലതായിരുന്നു. അപ്പോൾ പുള്ളിയായിട്ട് കുറച്ച് നെഗോഷിയേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്താണ് ബെസ്റ്റ് പ്രൈസ് നോക്കാം. അവിടെ നിന്ന് തന്നെ അങ്ങോട്ട് ബുക്ക് ചെയ്യാമെന്ന് വിചാരിക്കണം. സോ എക്സൈറ്റഡ്. കുറച്ച് നാളെ ഇതിൻ്റെ പിന്നാലെ നടക്കണം. അപ്പോൾ ലെറ്റ്സ് ഗോ. പക്ഷെ എനിക്കൊരു വണ്ടി ബുക്ക് ചെയ്യാൻ പോണ ഫീലൊന്നും ഇല്ല. എന്താ അങ്ങനെ കാശ് പോകുന്നോണ്ടായിരിക്കും കഴിയുന്നത്. കോർമംഗ്ല ഷോറൂമിന്റെ ആൾ എത്തിയിട്ടുണ്ടായില്ല. അതുകൊണ്ട് പുള്ളിയെടുത്ത് ഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ടോ. ഏകദേശം ഇതേ ഡിസ്കൗണ്ട് ഒക്കെയാണ് പുള്ളിയും പറഞ്ഞത്. എവിടേക്ക് ചോദിക്കാൻ പറ കുഞ്ഞു എന്തുവാ? ഇവിടെ ഫോൺ വിളിക്കുമ്പോ വൈഷുവിന്റെ ടോണാണത്. നിനക്ക് കറക്റ്റ് ആയിരിക്കും. മറ്റേതിൽ നീ ചെറിയൊരു സ്റ്റൂൾ കൊണ്ടുവരേണ്ടി വരും ചാടി ഇറങ്ങാൻ. ഇങ്ങോട്ടാണ് മുട്ടനിഴഞ്ഞ. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് നമ്മൾ ആദ്യം വന്ന മഹീന്ദ്ര ഷോറൂമില്ലേ, നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ എടുത്തേ, അവിടെ എത്തിയിട്ടോ. അപ്പോൾ ഇവർ ജസ്റ്റ് B60 നോക്കുകയാണ് വണ്ടി. ഇതെന്തായാലും എടുക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നില്ല. ബിക്കോസ് ഇത് ഭയങ്കര സ്പോട്ടി കാറാണ്, നമുക്ക് ഫാമിലി കാറായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു പൊതു സംസാരമുണ്ട്. പിന്നെ എനിക്കും വൈഷനും തോന്നി ഭയങ്കര സ്പേസ് കുറവാണ് എന്നുള്ളത്. അതുകൊണ്ട് ആദ്യം തൊട്ടേ നമ്മളുടെ മനസ്സിൽ XUV90 തന്നെ സെറ്റായിരുന്നു കേട്ടോ. ഈ പുള്ളിയാണ് നമ്മളെ അസിസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. പുള്ളി ഇങ്ങനെ പറയുമായിരുന്നു പാക്ക് 3 പാക്ക് 2 തമ്മിലുള്ള മേജർ ഡിഫറൻസസ് കോസ്മെറ്റിക് ഡിഫറൻസസേ ഉള്ളൂ. അല്ലാണ്ട് ഫീച്ചർ വൈസ് പാക്ക് 2 തന്നെ നല്ല ലോഡഡ് കാറാണ്. നമ്മൾ ഫൈനലി ഡിസൈഡ് ചെയ്തിരിക്കുന്നു. Guys, we are going for it. Yay! High five കുഞ്ഞു. Yay. അയ്യോ ബിക്കോസ് ഞങ്ങൾ രണ്ടുപേരും കൺഫ്യൂസ്ഡ് ആയിരുന്നു പാക്ക് 3 വേണോ എന്ന്. പക്ഷെ റിവ്യൂസ് ഒക്കെ നോക്കി ഇവരോടൊക്കെ സംസാരിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞത് പാക്ക് 2 തന്നെ നല്ല ലോഡഡ് കാറാണ്. പാക്ക് 3 ഇത്തിരി കോസ്മെറ്റിക് ഡിഫറൻസസ് ആണ്. അപ്പോൾ അത് ഇഷ്ടമുള്ളവർക്ക് അതിന് പോകാം. പക്ഷെ മേജർ ഡിഫറൻസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ലക്ഷത്തിന്റെ ഡിഫറൻസ് ആണ്. അതിൽ 3 ലക്ഷം റോഡ് ടാക്സ് തന്നെയാണ്. അപ്പോൾ അത് ഭയങ്കര അൺനെസറി ആയിട്ട് നമുക്ക് തോന്നി കേട്ടോ ഓണസ്റ്റ്ലി. പിന്നെ നമ്മൾ ഈ വർഷത്തിൽ 1-2 പ്രാവശ്യം ആ ഒരു ഫീച്ചേഴ്സ് ഒക്കെ യൂസ് ചെയ്യുള്ളൂ, ഈ അഡ്വാൻസ്ഡ് ADAS ഫീച്ചേഴ്സ് ഒക്കെ. അപ്പോൾ അതൊക്കെ ഓർത്തിട്ടാണ് ഞങ്ങൾ പാക്ക് 2 മതിയെന്ന് തീരുമാനിച്ചത്. അപ്പോൾ ഇപ്പോൾ എന്തായാലും പാക്ക് 2 ആണ്
ആണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കണേ. ജൂലൈ ഓഗസ്റ്റ് വരെയുണ്ട് സമയം ഡെലിവറിക്ക്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഡിസൈഡ് ചെയ്താൽ മതി. പാക്ക് 3ലേക്ക് മാറണമെങ്കിൽ നമുക്ക് പാക്ക് 3ലേക്ക് മാറാനുള്ള ഓപ്ഷനും ഉണ്ട്. ഞങ്ങളുടെ ആഗ്രഹം ജൂലൈ 6th, അതായത് ഞങ്ങളുടെ 5th ഇയർ വെഡിങ് ആനിവേഴ്സറിക്ക് വണ്ടി കിട്ടണമെന്നായിരുന്നു കേട്ടോ. പക്ഷെ അത് കിട്ടാൻ വഴിയില്ല. പുള്ളി മാക്സിമം ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. ഈ ഒരു വേരിയൻറ്റ് മാർക്കറ്റിൽ വരുന്നത് തന്നെ ജൂലൈ 1st, 2nd വീക്കിലാണ്. അപ്പോൾ ഡെലിവറി എടുക്കാൻ എന്തായാലും ഒരു 3rd വീക്ക് അല്ലെങ്കിൽ 1st വീക്ക് ഓഫ് ഓഗസ്റ്റ് ആവുമെന്ന് പുള്ളി പറഞ്ഞിരുന്നു. എന്തായാലും മാക്സിമം പെട്ടെന്നാക്കാമെന്ന് പറഞ്ഞു. ഭയങ്കര അക്കോമഡേറ്റീവ് ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ റിക്വസ്റ്റ്സിനൊക്കെ. അത് തന്നെ നമ്മളുടെ റെഡ് കളറാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് പിന്നെയും പാക്ക് 3ലേക്കാണ് ഒരു നോട്ടം. ബിക്കോസ് അതിനാണ് ഓട്ടോ പാർക്കിങ്ങും പിന്നെ ഓട്ടോ ലെയിൻ ചേഞ്ച് ഫീച്ചറൊക്കെ ഉള്ളത്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും, വൈഷ്ണവനായില്ലെങ്കിലും. അങ്ങനെ നമ്മളുടെ എഴുത്തുകൊത്തുകളായി കഴിഞ്ഞ് ബുക്കിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. Congratulations, Kunju. Congratulations to you too. അപ്പൊ അതങ്ങോട്ട് സംഭവിച്ചു അല്ലേ? അതങ്ങോട്ട് സംഭവിച്ചു. കുറച്ച് നാളായി ഇതിന്റെ പിന്നാലെ നടക്കണം. അതങ്ങോട്ട് ചെയ്തു. ഞാനാണെങ്കിലും വൈഷു ആണെങ്കിലും കുറച്ച് നാളെ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ ഈ ഇലക്ട്രിക് വെഹിക്കിളിലേക്ക് മാറുന്നത്, ഫോർ ഓൾ ദ റൈറ്റ് റീസൺസ്. അതെന്തായാലും ഒരു പുതിയ ലോഞ്ച് ആയതിൽ ഭയങ്കര സന്തോഷം. അതിനിടയിൽ വൈഷുവും റോണിയും കൂടി ഈ ചാർജിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യുമായിരുന്നു. കാരണം നമ്മളുടെ വീടിൻ്റെ കണക്ഷൻ കൊടുത്തിട്ട് നമുക്ക് അങ്ങനെ ചാർജ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ലോഡ് ഭയങ്കര കൂടുതലാവും നമ്മുടെ വീട്ടിലേക്കുള്ള. അപ്പോൾ അതിനെന്താ സൊല്യൂഷൻ എന്നൊക്കെ മനസ്സിലാക്കും. വൈഷു മറ്റേ നമ്മളുടെ സ്ഥിരം വരുന്ന റോഡിൽ ഭയങ്കര ട്രാഫിക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ തിപ്പ് ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ടൊരു കാട്ടിലൂടെ കൊണ്ടുവന്നു കേട്ടോ. ചെറിയ പ്രശ്നമേ ഉള്ളൂ. ആരുടെയോ വീട്ടിലെത്തിയിട്ട് നമ്മള് തിരിച്ചോറ് ചെയ്ത് പറഞ്ഞിട്ട് കയറിയിരിക്കേണ്ട അവസ്ഥയാണ്. ഇടത്തോ എന്താ ശരാ എവിടെ എത്തി കുഞ്ഞു? ഈ ടേൺ എടുത്ത സ്ഥലത്ത് തന്നെ എത്തിയിരിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ്. ഈ ട്രാഫിക്കും കൂടി നമ്മൾ ഇറക്കേണ്ടിയിരിക്കുന്നു. താങ്ക് യു. അതെ, ഒന്ന് കറങ്ങി വന്നതാ. ഈ ട്രാഫിക് ഒഴിവാക്കാനാണ് നമ്മള് കുരുക്ക് വഴി എടുത്തത്. അവിടെ തന്നെ എന്നാ കുറുക്ക് വഴി എടുത്തത്. അപ്പൊ അവിടെ തന്നെ എത്തിയിട്ടാ തിരിച്ച്. താങ്ക് യു. കാർ ബുക്ക് ചെയ്ത സന്തോഷത്തിൽ നമ്മൾ വന്നിട്ട് കുറച്ച് തുണി ഷോപ്പ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് സൂഡിയോയിൽ വന്നിരിക്കുകയാണ്. എനിക്ക് കുറച്ച് ക്രോപ്പ് ടോപ്സ് ഒക്കെ എടുക്കാറുണ്ട്. കുറച്ച് ക്രോപ്പ് ടോപ്പ് നല്ല പോവച്ചിട്ടുണ്ട്. അപ്പൊ അതെടുക്കണം. അപ്പൊ അതിന് വന്നിരിക്കുകയാണ്. നമുക്ക് നോക്കാം. രസമുണ്ടല്ലോ. പക്ഷെ ഇങ്ങനത്തെ നമുക്ക് ഉണ്ടടാ. ഇനി എന്തിനാ ഇങ്ങനത്തെ? എനിക്ക് ഈ കോവാട്ട് സെറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വെരി നൈസ്, വെരി പ്രിറ്റി കോവാട്ട് സെറ്റ് അല്ലേ? നല്ല രസമല്ലേ? ഈ ഷൂ കൊള്ളാമല്ലേ? രസമുണ്ട്. പക്ഷെ ഭയങ്കര വെയിറ്റ്, വെരി ഹെവി ഷൂസ്. ഇങ്ങനെ പ്ലാറ്റ്ഫോംസ്, എനിക്ക് ഇങ്ങനത്തെ ഷൂസ് ഭയങ്കര ഇഷ്ടം. ഹങ്കി ഷൂസ്, വെരി ഹെവി ബൂട്ട്സ്. ഞങ്ങളിത് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് വൈഷുടുത്തും റോണിയടുത്തും. അവർക്ക് ഒരു ഐഡിയ ഇല്ല ഞങ്ങൾ ഇങ്ങോട്ടാണ് വന്നതെന്നുള്ളത്. അവരുടെ വിചാരത്തിൽ ഞങ്ങൾ ഗ്രോസറി ഷോപ്പിങ്ങിന് പോയതാണ്. വിച്ച് ഈസ് ഇവിടെ എൻ്റെ താഴെ തന്നെ ഒരു ഹൈപ്പർ മാർക്കറ്റാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇതായതുകൊണ്ട്, സ്റ്റുഡിയോ ആയതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് കയറിയതാണ്. എനിക്ക് കുറച്ച് ടീഷർട്ട്സും പിന്നെ ക്രോപ്പ് ടോപ്സൊക്കെ വേണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓർത്തു അതെടുത്തിട്ട് വേഗം പോയി ഗ്രോസറി ഷോപ്പ് ചെയ്തിട്ട് പോകാമെന്ന്. ഞങ്ങൾ ട്വിൻ ചെയ്യാണ് ഈ ഒരു ടീഷർട്ട്. രസമുണ്ട്. രസമുണ്ടല്ലേ? എടുക്കാം. നമ്മളുടെ സൂഡിയോ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് നമ്മളിത് സ്റ്റാർ സൂപ്പർ മാർക്കറ്റിൽ വന്നിരിക്കുകയാണ് ഷോപ്പിംഗ് ചെയ്യാൻ. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് പോവാം. ബോയ്സ് അവിടെ വെയിറ്റ് ചെയ്ത് മടുത്ത് കാണും. അവരവിടെ നിൽക്കട്ടെ, നമുക്ക് അടുത്ത ആഴ്ചത്തേക്കുള്ള ഗ്രോസറി ഷോപ്പിംഗ് തീർക്കാം കേട്ടോ. എനിക്ക് കുറച്ച് സാലഡ്സൊക്കെ, ഡിഫറെൻറ്റ് സാലഡ്സൊക്കെ ട്രൈ ചെയ്യണം എന്നുണ്ടായിട്ട് അങ്ങനെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ പിക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെ നീണ്ട ലിസ്റ്റിൻ്റെ ഷോപ്പിങ്ങിന് ശേഷം നമുക്ക് മെല്ലെ അവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. റീമ പോയിട്ട് നമ്മൾ സുഡിയോന്ന് ഷോപ്പ് ചെയ്ത് സംഭവങ്ങളൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും നേരം പോസ്റ്റ് കൊടുത്തുകൊണ്ട് ഇവരുടെ നല്ല റിയാക്ഷൻ ആയിരുന്നു. അപ്പോൾ അവരെ ഒന്ന് സമാധാനിപ്പിച്ച് നമുക്ക് സാധനങ്ങളൊക്കെ ലോഡ് ചെയ്തിട്ട് വേഗം വീട്ടിലേക്ക് പോവാം. ഡിന്നറിന് ആർക്കും അങ്ങനെ ഭയങ്കര വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഓരോ ഷവർമ മേടിച്ച് വീട്ടിൽ പോയി കഴിക്കാമെന്നായിരുന്നു പ്ലാൻ. അത് തുടരും കണ്ടാലോ പ്ലീസ്? ബോയ്സ് ആൻഡ് ഗേൾസ് തുടരും. എന്നാ ഷവർമ തുറക്കൂ. അപ്പോൾ അതായിരുന്നു നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഇന്ന് അത്യാവശ്യം നല്ലൊരു ഇവൻറ്റ്ഫുൾ ഡേ ആയിരുന്നു. എനിക്കെന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.